Your applause must be. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു എവരിബഡി. പ്രകാശന ശർമ്മ ഇതോടുകൂടി എല്ലായിരിക്കും. അടുത്തത് പുസ്തകം പ്രകാശനം ചെയ്ത KR കിഷോർ സാറിനെ വേദിയിലേക്ക് ആ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും സുകുമാർ, ചെമനഞ്ചകം, അങ്ങനെ തുടങ്ങി നിരവധി ഹാസ്യ സാഹിത്യകാരന്മാർ നമുക്കുണ്ടായിരുന്നു. ഹാസ്യം എന്നത് നമ്മുടെ നവരസങ്ങളിലൊന്നാണ്. ഹാസ്യം എന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള രസമാണ്. ഇവിടെ നർമ്മരസായനം എന്ന പുസ്തകമാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. രസായനത്തിന് ഇതുപോലെ രണ്ടർത്ഥങ്ങൾ കൽപ്പിക്കാം. രസവുമാണ്, അയനവുമാണ്, യാത്രയുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രോഗത്തെ അകറ്റാനാണ്. തീർച്ചയായിട്ടും ഹാസ്യം, ഓരോ പ്രധാനമായ ഹാസ്യം എന്നുള്ളത് സമൂഹത്തിൻ്റെ രോഗാതുരതകളെ അകറ്റുന്ന ഔഷധ തുല്യമായത് ഒന്ന് തന്നെയാണ് എന്ന് പറയാം. ഹാസ്യം എന്നത് കേവലമായ ആവശ്യമാണ് ഇത്തരം എഴുത്തുകളെ പരിചയപ്പെടുത്തുക എന്നത്. കാരണം ഇതൊക്കെ അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അന്യമായി പോകുമ്പോഴാണ് കുട്ടികൾ മറ്റു പലതിലും അവർ ആനന്ദം. ഇപ്പോൾ പുതിയ കാലത്ത് ഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വരുന്ന റീൽസുകളാണ്. ഒരുപാട് പേര് ഫോൺ നോക്കി വീട്ടിൽ 4 പേരോ അല്ലെങ്കിൽ 4 പേര് 4 സ്ഥലത്തിരുന്ന് റീൽസ് നോക്കി ചിരിക്കുന്ന ഒരു കാലമാണ്. പരസ്പരം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സംസാരിക്കാൻ വിമുഖതയും, സംസാരിക്കാൻ ഒന്നുമില്ല, ഓരോരുത്തരും അവനവൻ്റെതായ ലോകത്ത് കഴിയുന്ന, സ്വയം നമുക്ക് തന്നെ വല്ലാത്ത ദുരന്തമായി മാറിപ്പോകുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ മാധ്യമങ്ങളിലെ റീൽസുകൾ, കേവലമായ റീൽസുകളുണ്ട്, ചിന്തിപ്പിക്കുന്ന റീൽസുകളുണ്ട്. അത്തരം രീതിയിൽ ഹാസ്യം എത്തിയിട്ടുണ്ട്. പക്ഷേ ഹാസ്യ സാഹിത്യം ഇന്ന് വളരെ ചുരുങ്ങിപ്പോകുന്നു എന്ന് തോന്നുന്നു. ധാരാളം എഴുത്തുകൾ വരുന്നുണ്ട്, കഥകൾ വരുന്നുണ്ട്, കവിതകൾ വരുന്നുണ്ട്, ലേഖനങ്ങൾ വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്. പക്ഷേ ഹാസ്യ സാഹിത്യം എന്നുള്ള ഒരു മേഖല നാമാവിശേഷമായി കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ പോലെയുള്ളവരുടെ എഴുത്തുകൾ ഇവിടെ കൂടുതൽ പ്രസക്തമാവുകയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. ഹാസ്യം എന്ന് പറയുന്നത് ഒരു സംഭവം മാത്രമല്ല. ഇതിനൊരു ധാരാളം വെറൈറ്റീസ് ഉണ്ട്. സ്ലാപ്സ്റ്റിക് കോമഡി, ഡാർക്ക് കോമഡി. ഇപ്പോൾ ഒരു മോഹിനിയാട്ടം എന്ന് പറയുന്നൊരു ചിത്രം വന്നിട്ടുണ്ട്. അത് പറയുന്നത് ഡാർക്ക് കോമഡി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള കോമിക് സ്റ്റൈലുകളും അദ്ദേഹം ഫോളോ ചെയ്യുന്ന, അതായത് വേർഡ് ഉപയോഗിച്ചുള്ള, അതായത് അക്ഷരങ്ങളും വാക്കുകളും ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. അത് നമ്മുടെ ചെമ്മനം ചാക്കോയുടെ ഒരു സ്റ്റൈലാണ്. അദ്ദേഹം ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ കായഗാന്ധിയും പ്രകൃതിയും പണ്ടേ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഗാന്ധിജി വീണ്ടും കൊച്ചിയിലേക്ക് വന്നപ്പോൾ കണ്ട കുട്ടികളോട് ചോദിക്കും, അവിടുത്തെ പയ്യന്മാർ, അതായത് ഹിപ്പികളൊക്കെയാണ് ബെൽ ബോട്ടം പാൻറ്റുകൾ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: കെട്ടിത്തൂങ്ങുവാൻ പോകുന്ന അപ്പൂപ്പൻ എന്നാ വേണം, കെട്ടിച്ചു തരാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈസ്. അപ്പോൾ ഗാന്ധിജി കാണുന്ന പുതിയ തലമുറ അങ്ങനെയാണ്. അതൊരു വിധത്തിലുള്ളൊരു കോമഡിയാണ്. അതായത് കുരുട്ടുകുത്തി അതിനെപ്പറ്റി ഇതൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ ഒരു കഥ ഞാൻ വായിച്ചത് ഓട്ടോറിക്ഷ പുരാണം. അതിലെ 2-3 വരി ഞാൻ വായിക്കാം. നല്ല തമാശയാണ് അതിൻ്റെ ഒരു പോക്ക്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെക്രട്ടറിയിലേക്ക് പോകേണ്ട ആളാണ് യാത്രക്കാരനെങ്കിൽ ഇവന്മാരുടെ ചോദ്യം: സാറേ, കോവളം വഴി പോകാമോ അതോ കിളിമാനൂർ വഴി പോകാമോ? സ്ഥലപരിചയമില്ലാതെയാണ് ഇവിടെയെങ്കിൽ ഈ ചോദ്യത്തിന് മുന്നിൽ കുഴഞ്ഞാൽ തന്നെ ഏത് വഴി കൂടി പൊക്കോളൂ. അപ്പോൾ ഈ ലോകം മുഴുവൻ ചുറ്റുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നില്ല. കറിയാച്ചൻ്റെ കൈക്കൂലി, അത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് 2 കൈയും ശവപ്പെട്ടിയുടെ, അതായത് കോഫിൻ്റെ പുറത്തേക്ക് ഇട്ടു. ആ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആ കഥ. ഈ കഥ 2 പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തു ഷൻജി. അന്തരംഗം എന്ന് പറഞ്ഞ മറ്റേ ബുക്കിലുണ്ട്. പിന്നെ എങ്കിലും അത് നല്ല സൃഷ്ടിയാണ് കേട്ടോ. വായിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രണ്ട് പുസ്തകങ്ങളായി അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ചെയ്തു, അതിൻ്റെ DTP ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തത് സലീം സാറാണ് അത് ഇനീഷ്യൽ എഫേർട്ട് എടുത്തത്. അപ്പം
ഇതിന് പ്രധാന കാരണം ഹാസ്യം മരിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഹാസ്യം സമയത്തിന് അതീതമല്ലാതിരിക്കാം. ഒരു 70-ൽ പറഞ്ഞ ഹാസ്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഹാസ്യം അല്ലാതാവാം. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഹാസ്യം മനസ്സിലാവണമെങ്കിൽ. അല്ലെങ്കിൽ 80-കളിലെ ഹാസ്യങ്ങൾ ഇപ്പോഴത്തെ 80-കളിൽ ഇറങ്ങിയ സിനിമകൾ തന്നെ എല്ലാവരും സിനിമകളുകാരും പറയുന്നുണ്ട് പറഞ്ഞാണ്. ചില സമയത്ത് ഇപ്പോഴും ആ ഹാസ്യം അല്ലാതാന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ആ കാലത്ത് അങ്ങനെ ആയിരുന്നു, ആ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ബസ്സുകൾ കുറവായിരുന്നു എന്നുള്ള ചിന്തകളോട് നമ്മളിൽ വരേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു കായാവും എഴുതുമ്പാലയിൽ നിന്ന് നോവൽ വായിച്ച സമയത്ത് ഒരാൾ പറഞ്ഞു, ഇത് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കണക്ട് ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ സമയത്തേക്ക് ആ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാലും നിങ്ങൾക്ക് അത് കണക്ട് ആവുള്ളൂ. ഞാനൊരു MBA മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ് എൻ്റെ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പണ്ട് പറഞ്ഞില്ലേ, സീസറിനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂട്യൂബ് ബ്രൂട്ടസ് നല്ലവനാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പുസ്തകങ്ങൾ പറയും കേട്ടോ. അതെൻ്റെ ശീലമാണ്, ഞാനാണല്ലോ അതിൻ്റെ പബ്ലിഷിംഗ് ചെയ്തത്. അപ്പം ഈ ഹാസ്യങ്ങൾ കാലങ്ങൾക്ക് അതീതമല്ല, അതുപോലെ തന്നെയാണ് കഥകളും കാലങ്ങൾക്ക് അതീതമല്ല. പക്ഷേ സാറിൻ്റെ കഥകളും കാലങ്ങൾക്ക് അതീതമല്ല. ചില സമയത്ത് നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതാൻ. എന്നാലും നമ്മൾക്ക് കഥകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറഞ്ഞ പോലീസുകാരൻ്റെ രമേശ് ചേച്ചി പറഞ്ഞ പോലീസുകാരൻ്റെ കഥകൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആ സമയത്ത് നല്ല കഥകളായിരുന്നു. ഇപ്പോൾ ഹർഷൻ സാറ് എയർ ഇന്ത്യയിലത്തെ പല തമാശ കഥകളും പറയാറുണ്ട്. അപ്പൊ അതൊരു പക്ഷേ ഇപ്പോഴും പലയിടത്തും പറഞ്ഞായിരിക്കും, പല സിനിമകൾ വന്നതായിരിക്കും. പക്ഷേ ആ കാലത്ത് അത് നല്ല തമാശകൾ തന്നെ ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ കാലത്തിന് അനുസരിച്ച് പോകുന്ന സമയത്ത് ആ കാലം മറക്കരുത്. ഇപ്പോഴും വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മൾ പഴയ കാലത്ത് ഇന്ന് നടന്നിട്ടുണ്ട്, അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്കുമായിരിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ. അതുമാത്രമല്ല, ആ കാലത്തേക്ക് തിരിച്ചുപോയി അതിൻ്റെ തമാശകൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചത്, ഞാനും സലീം സാറും ഇതിൽ ശ്രമിച്ചത്, കുറേ മണിക്കൂറുകൾ ഇതിൽ ചെലവഴിച്ചതിൻ്റെ ഫലമാണ് ഈ പുസ്തകം ഹാസ്യവർഷം എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തമാശകൾ വായിച്ചും അറിയണം, കേട്ടും അറിയണം. അത് രണ്ടിൻ്റെ തമാശകളുടെയും തലങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ചില തമാശകൾ പറഞ്ഞു തന്നെ അറിയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയിരുന്നു. എല്ലാ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ. ഞാൻ സെൻസർ ബോർഡിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിലൊരു റിവ്യൂ, ഒരു കൊങ്കണി സിനിമയായിരുന്നു. കൊങ്കണി സിനിമയാണ് അവർ അപ്ലൈ ചെയ്തത്, കൊങ്കണി സിനിമയായിരുന്നു. പക്ഷേ അത് കാണുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്ന ഡയലോഗ് തുളുവിലാണ്. അപ്പൊ ഇത് തുളുവാണ്. പിന്നെ പോകുന്ന സമയത്ത് അതിൽ ബാരി ലാംഗ്വേജ്, കാസർഗോഡിൽ വേറൊരു ഭാഷയാണ് ബാരി എന്ന് പറയുന്നൊരു, കന്നഡയും തുളുവും മലയാളം എല്ലാം മിക്സ് ചെയ്ത് അതും വരുന്നുണ്ട്. ഒരു കടയിൽ കയറി പോകുന്ന അപ്പോൾ അതിൻ്റെ തമാശയും അവിടെ ഈ 3 ഭാഷക്കാർക്കും അതിൻ്റെ തമാശ മനസ്സിലാവുന്നുണ്ട്. അത് അത്രത്തോളം അറിയാത്ത എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ തമാശകൾ, ആശയങ്ങൾ. അതിന് കൂടെ വരുന്നു മലയാളവും വരുന്നുണ്ട്. അപ്പൊ 4 ലാംഗ്വേജ്, 4 ഭാഷകളാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. ആ ഒരു ഇപ്പം 7 ഭാഷകളുടെ നാട് എന്ന് പറയുന്ന കാസർഗോഡ്, മഞ്ചേശ്വരം, അല്ലെങ്കിൽ ആ ഏരിയയിൽ അത് ശരിക്കും അതിൽ തമാശകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിനിമകളിലെ തമാശ കാലങ്ങൾ കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയിലെ തമാശകൾ ഒരുപക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവാം. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ആ കഥകൾ, അതിൽ തമാശകൾ മനസ്സിലാവുന്നത്. ഹർഷൻ സാറിന്റെ പുസ്തകത്തിലത്തെ വേറൊരു കാര്യം സഭ്യമായ ഹാസ്യം. ഇപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ചില വൃത്തികേടുകൾ പറഞ്ഞിട്ട് ആളുകളെ ചിരിപ്പിക്കുക. അത് സ്റ്റേജ് പ്രോഗ്രാം ആയാലും ശരി, ചില സ്കിറ്റ് പ്രോഗ്രാം ആയാലും ശരി, അതിലൊക്കെ കുറെ വളിച്ച തമാശകൾ പറഞ്ഞിട്ട് ചിരിപ്പിക്കുക എന്നുള്ളതല്ല. അതല്ല തമാശ. അതൊരു പക്ഷേ അരോചകമായിരിക്കാം, പലർക്കും അരോചകമായി തോന്നിയേക്കാം. പക്ഷെ ഹർഷൻ സാറിന്റെ പുസ്തകത്തിലെ അങ്ങനെയുള്ള അരോചകമാകുന്ന തമാശകളല്ല നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സഹവർത്തിത്വം. ഇപ്പം SK നായർ സാർ സഹവർത്തിത്വം എന്ന് പറയാറുണ്ട്. എന്നിരുന്നാലും ചില എഴുത്തുകാരെ ഈ സാഹിത്യ സമൂഹത്തിൽ, നമ്മുടെ ബാംഗ്ലൂരിലെ സാഹിത്യ സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചില ആൾക്കാരെ ഔട്ട്കാസ്റ്റായിട്ട് നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഈ സഹവർത്തിത്വം എന്നുള്ളത് കൊണ്ടെന്നാണ് എല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ
മിസ്റ്റേക്ക് കണ്ട് അല്ലെങ്കിൽ ഹർഷൻ സാറിന്റെ മേലെ ഒരു മിസ്റ്റേക്ക് അടിച്ചേൽപ്പിച്ച് അയാൾ അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, അയാളുടെ സ്വഭാവം അങ്ങനെയാണ്, അയാളുടെ തമാശ കൊള്ളില്ല, അയാളുടെ സംസാരം കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. നമ്മൾക്ക് കൊള്ളാവുന്ന രീതിയിൽ ഓരോരാളെയും കൂടെ നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് സാഹിത്യത്തിന്റെ കൂട്ടായ്മ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ ഒരാളെ മാറ്റി നിർത്തുക എന്നതല്ല. ഈ പുസ്തകത്തിൽ പ്രൂഫ് റീഡിങ്ങിൽ ചെയ്തൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ അഡ്മിറ്റ് ചെയ്തേക്കാം. അതിൽ ആക്ച്വലി വേറൊരു പബ്ലിഷറെ കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അത് വേണ്ട ഹർഷൻ സാർ തന്നെ പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിലാണ് ആ പുസ്തകം വന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനത് പ്രൂഫ് നോക്കിയിട്ടില്ല. അതിന്റെ പ്രൂഫ് നോക്കേണ്ട ചുമതല എനിക്കായിരുന്നില്ലല്ലോ. അപ്പൊ ഞാനത് നോക്കിയില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് മറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്പെട് അവിടെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റും. ഈയിടെ ഒരു പുസ്തകം സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ DTP ഡിസൈനും എല്ലാം ചെയ്തു കൊടുത്തു. പിന്നീട് അവർ പറഞ്ഞു അത് ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം അവർ പറഞ്ഞു ഇതൊക്കെ പാസ് എന്ന് പറഞ്ഞ് അവർ വിട്ടു. സാഹിത്യ അക്കാദമി തന്നെ വിളിച്ചു പറഞ്ഞു ഈ ബുക്ക് ഓക്കെയാണ്, നിങ്ങൾ ഫൈനൽ ബില്ല് അയച്ചോളെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഈ പുസ്തകം പ്രൂഫ് റീഡിങ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ തന്നെ പ്രൂഫ് റീഡിങ് ചെയ്തു. അതിൽ ഓരോ പേജിലും ഓരോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 300 പേജിൽ 300 മിസ്റ്റേക്ക് എന്ന് കാൽക്കുലേഷൻ ചെയ്തോളൂ. ആ പ്രൂഫ് റീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ രാവിലെ ഇപ്പോഴും ഇവിടെ വന്ന സമയത്ത് പുസ്തകങ്ങളുടെ ഞാൻ സലീം സാർ പറയുന്നു പുസ്തകങ്ങളുടെ പോയി. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ കേരള സർക്കാർ കൊണ്ടുപോയിരിക്കും പോയത് കാര്യം. അപ്പൊ പ്രൂഫ് റീഡിങ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് നമുക്ക് ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇതിൽ ആ മിസ്റ്റേക്ക് ഞാൻ തന്നെ ഏറ്റെടുക്കാൻ തോന്നുന്നു. വേറെ ആരും ഏറ്റെടുക്കാനില്ലല്ലോ ഇപ്പോഴും. പിന്നെ കൃതികൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൃതികൾ ഒരു സൃഷ്ടി എഴുതുന്ന സമയത്ത് അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അത് ഏത് മാഗസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് 4 പേര് വായിക്കണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം, കേൾക്കണം എന്ന രീതിയിലാണ്. ചില പുസ്തകങ്ങളിലൂടെ ഇറങ്ങുന്നതൊക്കെ നമ്മൾ 100 പേര് ഒരു ബുക്കിൽ എഴുതുന്നു. അപ്പൊ ആ 100 പേര് മാത്രമേ പുസ്തകം വാങ്ങുന്നുള്ളൂ, വേറാരും വാങ്ങുന്നില്ല. കാരണം അതിന് വില എത്രയാണ്. അപ്പൊ അത് എന്റെ കഥ വായിക്കാൻ ഞാൻ ആ പുസ്തകം വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഞാൻ വാങ്ങേണ്ടത് ആ പുസ്തകം വാങ്ങുന്നത് നിങ്ങളുടെ കഥ വായിക്കാനാണ്. എനിക്ക് നിങ്ങളുടെ കഥ വായിക്കാൻ താല്പര്യമില്ലാന്ന് വെച്ചാലോ ഞാൻ വാങ്ങുന്നില്ല പുസ്തകം. അപ്പൊ 100 പേര് ചേർന്ന് ഒരു പുസ്തകത്തിൽ 100 പേരുടെ കഥകൾ ഒരു ആന്തോളജി ഇറങ്ങി കഴിഞ്ഞാൽ ആ 100 പേര് മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പൊ അതിനേക്കാൾ നല്ലത് ഹർഷൻ സാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ എല്ലാ കൃതികളും ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി ഇറക്കുക. അപ്പൊ പഴയ മാഗസിനുകളിലും പല വാരികളിലും വന്ന സൃഷ്ടികൾ ഹർഷൻ സാർ കളക്ഷൻ എടുത്ത് ചെയ്ത് ക്രോഡീകരിച്ച് പുസ്തകമാക്കുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ വില 100 രൂപയുള്ളൂ. അപ്പൊ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നു, അല്ലാതെ 600 രൂപ 700 കൊടുത്ത് വാങ്ങാൻ നിൽക്കില്ല. ഈയിടെ കഴിഞ്ഞ വർഷം എന്റെ പുസ്തകം റിലീസ് ചെയ്ത സമയത്ത് എന്റെ വിഷമം പറയല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. നിങ്ങൾ തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. എന്റെ പുസ്തകത്തിന്റെ വില 200 രൂപയായിരുന്നു എന്റെ പുസ്തകത്തിന്റെ വില. അപ്പൊ ഞാൻ ആരോട് ചോദിച്ചു നിങ്ങളുടെ പുസ്തകം വാങ്ങുന്നു? ഇല്ല, എന്റെ കയ്യിൽ 200 രൂപ ഇല്ല. വേണ്ട, 200 രൂപ വേണ്ട, ഞാൻ അതിന് ഫ്രീ പുസ്തകം കൊടുത്തു. എന്നിട്ട് ഞാൻ കുറെ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ അയാളോട് വീണ്ടും വന്ന് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു. അത് ഞാൻ 900 റുപ്പീസാണ് ഞാനത് കൊടുത്ത് വായിച്ചു. അതൊരു ഫേമസ് ആയ എഴുത്തുകാരന്റെ പുസ്തകം ആയതുകൊണ്ട് 900 റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കാം. പക്ഷെ എന്റെ പുസ്തകം 100 രൂപ 200 കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അവരുടെ ചിന്താഗതി നോക്കണം. നിങ്ങൾ പുസ്തകത്തിന് നിങ്ങൾ വിഷമിച്ച് ബുദ്ധിമുട്ടി. ഇപ്പൊ എന്റെ പുസ്തകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ ഹർഷൻ സാറിന് ഈ പുസ്തകത്തിന് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ നമ്മളൊരു 100 കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അങ്ങനെ അടുത്ത പുസ്തകം ഇറക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം. ECL പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്റെ പുസ്തകം എപ്പോഴും എന്റെ കയ്യിൽ പുസ്തകം കിട്ടും. അപ്പൊ എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാളെ വിളിച്ചു, പ്രേമന്റെ പുസ്തകം കാണട്ടെ. ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രേമന്റെ പുസ്തകം കാണട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. അപ്പം വേറെ ഒരു ക്യാമറാമാനോട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമറാമാനോട് പുസ്തകം പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ആ ക്യാമറാമാനോട്. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചു.
ബുക്ക് തരുന്നതായിട്ട് ഫോട്ടോ എടുക്കാമോ എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് കൊടുക്കുന്ന ഫോട്ടോ അങ്ങനെ എടുത്തു, അതേ ഫോട്ടോ എടുത്തു. അങ്ങനെ കൊടുത്ത ബുക്ക് ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പറ്റും? മോശമല്ലേ? എനിക്ക് ഇച്ചിരി നാണക്കേടുണ്ടാവില്ല. ഞാൻ പിന്നീട് പുസ്തകം തിരിച്ചു വാങ്ങിച്ചില്ല. അപ്പൊ പുസ്തകം വാങ്ങിക്കാനുള്ള ട്രിക്ക് അങ്ങനെ ചെയ്യാമെന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കും. ഞാൻ ഫ്രീ കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ കാറിൽ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്റെ കാറിന്റെ പിന്നിൽ ഒരാൾ ഇരുപതായിരുന്നു. കാറിന്റെ ബുക്ക് ഉണ്ടായിരുന്നു. അയാൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്തിട്ട് അയാൾ പോയി. പക്ഷെ അതല്ല രീതി. ഇതിന്റെ ഒരു എഫേർട്ട് പുസ്തകം ചെയ്യുന്ന സമയത്ത് 130 രൂപയുടെ പുസ്തകം നമ്മൾ ഇറക്കുന്ന സമയത്ത് ആ ദർശൻ സാർ എടുത്തതിന്റെ എഫേർട്ട്, ഓരോരാളും പുസ്തകത്തിന്റെ എഫേർട്ട് നമ്മൾ അറിയണം. അതിന് മാർക്കറ്റിംഗ് ചെയ്യണം. സാറൊക്കെ 50 കോപ്പി 200 കോപ്പി 100 കോപ്പി മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അത്ര അതിന്റെ അവസ്ഥ വരുന്നത്? നമ്മൾ വാങ്ങുന്നില്ല എന്നാണ് അവസ്ഥ. ബോറടിപ്പിക്കാതെ ഒരു നർമ്മത്തിന്റെ ഒരു ഫലിതത്തിന്റെ ഒരു കൂട്ട് അദ്ദേഹത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് പുസ്തകമാക്കുന്നതിൽ ഈശ്വർ സാറും അതുപോലെ തന്നെ സലീം കുമാർ സാറും അതുപോലെ പ്രേംരാജൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിനൊരു ചടുലത വന്നത്. ഇവിടെ ഈ ഒരു നല്ല കാലാവസ്ഥൻ്റെ ഈ ചൂടിൽ നല്ലൊരു ഓഡിയൻസും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇനി കൂടുതൽ ഈ സാഹിത്യ രംഗത്ത് സാംസ്കാരിക പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാകട്ടെ, സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ ഈ പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചു. ഞാൻ ചേക്കേറിയിട്ട് ഏകദേശം 15 ഒരു 15 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ ബാംഗ്ലൂർ നഗരത്തിലെത്തിയത്. പക്ഷേ ഇത്രയും സമ്പുഷ്ടമായ ഒരു കാവ്യലോകം ഈ ബാംഗ്ലൂരിലുണ്ട് എന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. കാരണം മലയാള മിഷനുമായി ഒക്കെ പ്രവർത്തിക്കുന്ന ആ സമയത്ത് സതീഷ് തൊടശ്ശേരി സാറാണ് ശരിക്കും ഹർഷൻ സാറിൻ്റെ നമ്പർ എനിക്ക് തന്നത്. അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് വരികൾ കുറിക്കുമെങ്കിലും ഇവിടെ പ്രേം പറയുകയുണ്ടായി, ചില നമ്മൾ കവിതയോ കഥയോ എഴുതുമ്പോൾ അത് മറ്റുള്ളവർ വായിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി തന്നെ എഴുതണം അല്ലേ. പക്ഷേ പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ച മയിൽപ്പീലി പോലെ കുറേ സാഹിത്യ സൃഷ്ടികൾ എഴുതുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് ലോകം കാണുവാൻ അല്ലെങ്കിൽ ലോകത്തെ കാണിക്കുവാൻ ഒരു തരം വിമുഖതയുള്ള കുറേ പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഉണ്ടാവും. അതിലൊരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോഴാണ് ഫോണിൽ കൂടി പരിചയപ്പെട്ട പലതരം സാഹിത്യ വേദികളുടെ സ്ഥാപകാംഗങ്ങളെയും മറ്റുള്ളവരെയെല്ലാം പരിചയപ്പെടുവാൻ സാധിച്ചത്. അതിന് വളരെയധികം സന്തോഷം. അപ്പോൾ ഹർഷൻ മാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം 24 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അത് കേട്ടത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അത് അത്യത്ഭുതമായി എന്ന് വേണം പറയാം. കാരണം ഈ ഒരു പ്രായത്തിലും നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു വളരെ നല്ലൊരു മാതൃക തന്നെയാണ് ഹർഷൻ സാർ. തീർച്ചയായിട്ടും എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. അദ്ദേഹത്തിന് ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു പ്രാസംഗിക അല്ലാത്തതുകൊണ്ട് പിന്നെ 1000 ശ്ലോകങ്ങൾ പഠിച്ചവർ അരക്കവി എന്ന് പറയും. ചെറുതിലെ പോലെ അക്ഷര ശ്ലോകവും എല്ലാം പഠിച്ചാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ സാറിന് വേണ്ടി ഒരു ചെറിയ ശ്ലോകം എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചോദിക്കും. വേറെ കാര്യം, ചെറുകഥ എഴുത്ത്, പിന്നെ ഹാസ്യം, കവിത, അങ്ങനെ എല്ലാ തരത്തിലുള്ള സാഹിത്യ സമാഹാരങ്ങളും എഴുതിയ ഒരു ബഹുമുഖ പ്രതിഭ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കവിത എഴുതാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ചെറുകഥയുമെഴുത്തും കൂടെ നർമ്മം പടർത്തും നിറച്ചിരി പൊലിക്കും ഹാസ്യസൂനം വിടർത്തും കവിതയിലുടനീളം ഹർഷസാമർഥ്യമേകി നവവിജയമൊരുക്കാൻ
അനേകിടാം മംഗളങ്ങൾ. മാലിന്യ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു തവണ കൂടി ചൊല്ലി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. ചെറുകഥയും എഴുത്തും കൂടെ നർമ്മം പടർത്തും നിറചിരി പൊലിയിക്കും ഹാസ്യസൂനം വിടർത്തും കവിതയിലുടനീളം ഹർഷസാമർഥ്യമേകി നവവിജയമൊരുക്കാനേകിടാം മംഗളങ്ങൾ. ഇത് ഒരു കാർഡ് രൂപത്തിലാക്കി ഞാൻ ഇന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകാൻ വിചാരിച്ചാണ്. പക്ഷേ ഈ എല്ലാ കാര്യത്തിലും സമ്മതിച്ചില്ല. മണിക്ക് സംസാരിക്കില്ല ഷമ്മുവിനും മണി എന്റെ സൗഹൃദമുള്ളവർക്കറിയാം ഞാൻ എങ്ങനെയാണ്. പക്ഷെ എന്റെ മുഖം അങ്ങനെ ആയി പോയി. ഒരു രക്ഷയില്ല. പലരും എന്നോട് സംസാരിക്കാൻ തന്നെ വഴി ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകള് എന്നോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അവരടുത്ത് കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെ വിചാരിച്ചുകൂടെ താഴെന്നാണ് പറയാം. സത്യം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ എന്റെ ജീവിതത്തിനെ കുറിച്ച് തമാശ ഉണ്ടായി. ഞാൻ കല്യാണം കഴിഞ്ഞും എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഈ വാട്സപ്പും സാധനം വന്നിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇവൻ അവിടുന്ന് ഒരു മാസം കഴിഞ്ഞ ഗൾഫിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് എന്നേക്കാൾ നല്ല സുന്ദരി, വെളുത്ത നല്ല സുന്ദരി. ഇവൻ കണ്ട ഉടനെ എന്നെ വിളിച്ചു, എന്നെ പെണ്ണിരുന്നു. ഞാൻ ആകെ നിന്റെ കളറ് ചുരുക്കിയും കിട്ടില്ലാന്നു ഈ പെണ്ണിനെ. ഞാൻ വരവ് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ചിരിക്കുക. കാരണം വെച്ചാല് നമ്മള് പെട്ടെന്നുണ്ടാകുന്ന ഒരു തമാശ നമുക്ക് തമാശ തോന്നും. കാരണം എന്റെ കളർ വെച്ചിട്ട് ഒരിക്കലും എനിക്ക് അത്രയും ഒരു വെളിച്ചപ്പെട്ട് കിട്ടില്ല എന്ന് പറഞ്ഞത് അവൻ്റെ ഒരു മൈൻഡ് അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ സുന്ദരൻ എന്നാണ് പേര്. പക്ഷെ ആള് ഞാനെന്ത് പറയാലോ, നല്ല കറുത്ത് കാണാൻ സുന്ദരനല്ല, പക്ഷെ വളരെ മനോഹരമായി പാടും. നല്ലൊരു സംഗീത സമുദായം കൂടിയാണ്. അപ്പൊ അവന്റെ അമ്മോട് അങ്ങനെ പലരും പറയത്ര, മോൻ എന്തെങ്കിലും ഇത്ര കറുത്ത്, എന്റെ മോന് സൗന്ദര്യം ശാപമാണെന്ന് അവന്റെ അമ്മ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ പല നമ്മള് അതൊന്നും അവര് മനസ്സിൽ തട്ടിയിട്ടുള്ള തമാശയല്ല, പക്ഷെ അത് യാദൃശ്യമായിട്ട് വരുന്ന ചില തമാശകൾ. തമാശ സത്യത്തില് അത്യാവശ്യമാണ്. പലരും എന്താ പറയാ, ഈ എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ ഉള്ളിലൊക്കെ ഭയങ്കര ഗൗരവമായിട്ട് മുഖം പിടിച്ചിരിക്കുന്നവരെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഓരോ സംഭാഷണത്തിലും ഹാസ്യം നിറഞ്ഞ സംഭാഷണം. പക്ഷെ അദ്ദേഹം ചിരിക്കാറില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിരുന്നാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചിരിപ്പിക്കുക, അതുപോലെ തന്നെ ആ ചിരിയിൽ എന്ത് അടങ്ങിയിരിക്കുന്നവർ നമ്മൾ ചിരിപ്പിക്കാനുള്ള ഭാഷ അദ്ദേഹത്തിനുണ്ട്. ഞാൻ കൂടുതലായിട്ട് തെളിയില്ല, കാരണം സമയം ഒരുപാടായിരിക്കുന്നു. His dedication towards the literary world, and he's more into writing. At this stage, it's a great opportunity, me meeting him in a big crowd, that he's able to do such things. Like me, I'm not into the writing world, so he is a very big dedication to all the people here. And moreover, his dedication towards writing is more inspiration to the young generation like us. Thank you. And I would like to also congratulate sir being very active in this literature work. Thanks a lot. ഇയാളുടെ ഫോട്ടോ എടുത്തില്ലേ? ഓക്കെ ലിസ്റ്റ് ചെറിയാൻ പ്രിയപ്പെട്ടവരെ, എല്ലാ പരിപാടികളിലും മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്ത ശേഷം എനിക്ക് സംസാരിക്കാനാവുന്നത് ഇതേപോലെ മോശമായ എന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര സംസാരിക്കരുതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. മൈക്ക് പ്രശ്നമല്ല എനിക്ക്. പതുക്കെ പറഞ്ഞാൽ പറൂര് കേൾക്കാൻ എൻ്റെ ശബ്ദം.
അങ്ങനെ സ്ഥിതിയിരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന ഇതിലുണ്ടല്ലോ. അതിലുണ്ട്. പിന്നെ ഒരു ഒറ്റമൂലികയായിട്ട് സൈഡായിട്ട് കയ്യിലിട്ട് കൊണ്ടു നടക്കലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ശബ്ദം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഉള്ളു. ഒറ്റമൂലിക ഇട്ട് കയ്യില് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഈ പ്രകാശനത്തിന് എനിക്ക് പൂർണ്ണ സഹകരണം നൽകിയിട്ടുള്ള ആള് സലീം കുമാറാണ്. പിന്നെ ഡോക്ടർ ഇബ്രാഹിം രാജാണ്. ഇവർ രണ്ടുപേര്, പ്രത്യേകിച്ച് സലീമിന്റെ സഹകരണം ഉണ്ടായില്ലെങ്കിൽ ഇത് നമ്മൾ ഇവിടെ കാണില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൈക്ക് കൊടുത്തു. ഇത് 50 പൊടി വെച്ചിട്ട് എൻ്റെ റൂമിൻ്റെ മുകളിൽ ചെയ്യുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കൽ ശ്രമിച്ചെങ്കിലും ഈ പൊടി കാരണം അത് ഒരു കൈവിട്ട് പൊടിപ്പോവുക ചെയ്ത്. കാരണം പൊടി പിടിക്കേണ്ട സ്വഭാവം വരും, നമ്മുടെ ലങ്സിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വിശിഷ്ട വ്യക്തി സലീം കുമാർ എനിക്ക് ഇത് തന്നത്. 2 ഭാഗമായിട്ട് ഒന്ന് സലീമിനും ഒന്ന് കിഷോറിനും പങ്കുവെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അവിചാരിതമായിട്ട് ചില രചനകളിൽ സാമ്യം അതുകൊണ്ട് വന്നിരിക്കാൻ എനിക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെ പ്രൂഫിലും ചില തെറ്റുകളുണ്ടായിട്ട് ഞാൻ കൂടുതൽ നിർമ്മിച്ച് സംസാരിക്കുന്നില്ല. ഇതിൽ ഈ പുസ്തകത്തിലെ ശരിയായിട്ട് വിലയിരുത്തി സംസാരിച്ച ശ്രീമതി ഇന്ദിര ഇതിലെ ദാർശനിക മൂല്യങ്ങളെ കുറിച്ച് പറയുണ്ടായിരുന്നു. നമ്മൾ വെറുതെ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി തമാശകൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ ഒരു സാമൂഹ്യ വിമർശനം ഉണ്ടെങ്കിൽ അത് ചിന്തിപ്പിക്കാനും സമൂഹത്തിനും നന്മ ഉണ്ടാകുന്നു എന്നുള്ള ബന്ധത്തിലാണ് ശ്രീമതി ഇന്ദിരയുടെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രദ്ധേയമായ വാക്കുകൾക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ അടുത്തതായിട്ട് ശ്രീമതി രമാപിഷാരടിയും എൻ്റെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴും പലപ്പോഴും ഫലിതം കലർത്തി സംസാരിക്കുന്നു. പക്ഷെ അത് ഒരു സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ളതാണെങ്കിൽ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഫലിതമായിരിക്കും. ഇപ്പം കുഞ്ഞിത്തമ്മേനെ പറയുകയാണെങ്കിൽ അദ്ദേഹം ചിരിപ്പിക്കുകയും ചെയ്യും, സാമൂഹ്യ പ്രതിബദ്ധതയോട് പറഞ്ഞത്. ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഇവിടെ കിഷോറ് പറയുന്നതല്ല ഈ കുഞ്ഞിത്തമ്മേനെ കുറിച്ച്. അതിൽ അദ്ദേഹത്തിൻ്റെ 2 വരി പറയുന്നുണ്ട്, നമ്മൾ കേട്ടാൽ ചിരിക്കും. കൊള്ളത്തടിയനെ എന്തിനു കൊള്ളാം, തെക്കേപ്പുരയുടെ ഊടിനു കൊള്ളാം. ഇതിനോട് അദ്ദേഹത്തിൻ്റെ വരികൾ ഒരു പിടി. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഭരണാക്ഷയുടെ ഞങ്ങളിവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിൻസൻ ചർച്ചിലും ഇതുപോലെ വളരെ രസികനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കുറേ ഫലിതങ്ങൾ പങ്കിടുന്നു. ഒരിക്കലും വിൻസൻ ചർച്ചിൻ്റെ ഒരു ഫലിതം ഞാൻ പങ്കിടപ്പോൾ ഹാസ്യവേദിയുടെ സംഘടനയായിട്ടിപ്പോൾ ഹാസ്യം ഒഴിച്ചുകൂടാൻ പറ്റില്ല ഈ വൈകിയ വേളയിൽ. അവിടെ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ ഒരു ഹാസ്യത്തിന് വേണ്ടിയിട്ടൊരു വേദി വേണമെങ്കിൽ ചിരിക്കാൻ സന്നദ്ധതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹാസ്യം മാത്രമായിട്ട് നമുക്ക് കൂടാനായിട്ടൊരു വേദി ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വരാൻ തയ്യാറാണ്. എല്ലാവരും പങ്കെടുക്കണം. ഹാസ്യം അവതരിപ്പിക്കുകയാണ് ഒരു വരുന്ന ഓരോ ഹാസ്യം. അതായത് സഭ്യമായിട്ടുള്ള അതിപ്പോൾ അക്ഷശ്ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. അക്ഷശ്ലോക സദസ്സിലും സഭ്യതയുള്ളതും സഭ്യത ഇല്ലാത്തതുമായിട്ടുള്ള കീർത്തന ശ്ലോകങ്ങളുണ്ട്. അത് സദസ്സ് നോക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഞാൻ പങ്കിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരിക്കൽ അക്ഷശ്ലോകത്തിൻ്റെ ഒരു ശ്ലോകം, നമുക്ക് വേണ്ട ഇരിനാരി യോഗം അടുത്തു ഞാൻ പണ്ടൊരു നാരി മൂലം ഉടുത്ത പൂജയിലെ അഴിച്ചു കണ്ടാൽ കിഴക്കൊരാദിത്യൻ ഉദിച്ച പോലെ ആക്കി ഞാൻ അറിയും. അവിടെ അല്ലെങ്കിൽ അത് അസഭ്യമായി പോകും. അപ്പോൾ അവിടെ ഞാൻ ആ മാറ്റം വരുത്തിയുണ്ട്. കിഴക്കൊരാദിത്യൻ ഉദിച്ച പോലെ ഇതാക്കിയുണ്ട് അവിടെ അസഭ്യമില്ല. അപ്പോൾ അങ്ങനെ ഫലിതം പറയുന്നതിലും നമുക്ക് അത് സദസ്സ് നോക്കിയിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. അതിൽ എന്താ പറയുക, ഗാർബേജ് ജോക്ക് ഉണ്ട്, ഇൻ്റലക്ച്വൽ ജോക്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നല്ല സദസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആശയം ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അത് സംശയമില്ല. ഒരു എത്ര പിരിമുറുക്കുള്ള സന്ദർഭത്തിലും നമ്മൾ അല്പം ഹാസ്യം പങ്കിടുകയാണെങ്കിൽ അതിൻ്റെ പിരിമുറുക്കം പോയിട്ട് നമ്മൾ വീട്ടിൽ ഫ്രഷ്. അതുകൊണ്ടാണ് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന് ഇക്കലിയാക്കിയാൽ പോലും ചിരിക്കാൻ മനുഷ്യർക്ക് ഇതില്ല. ചിരിച്ചാൽ അവർ ഗൗരവം നഷ്ടപ്പെടും, പിന്നെ അവരുടെ മാന്യത പോകും.
അവരുടെ ആ സ്റ്റാറ്റസ് പോകും എന്നുള്ള ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ദുഷ്പ്രവണത ഇതാണ് ഉള്ളത്. നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മഹാനില്ല, ആത്മഹത്യ ചെയ്ത് പോയില്ലേ, ആ മനുഷ്യ ഒരിക്കലും ജീവിച്ചെടുക്കില്ല, ഒടുക്കലും ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അല്ലേ. അതെ, ഞാൻ ഹാസ്യത്തിൻ്റെ അതുകൊണ്ട് പറയാനും ഈ പുസ്തകത്തിൽ പലതും അനുഭവത്തിൽ നിന്ന് എഴുതുന്നു പലതും. അതിൽ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥയാണത്. ആ കഥയ്ക്കാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാതെ കിഷോറായിരുന്നുകൊണ്ട് കേരള സമാജത്തിൻ്റെ അന്ന് മത്സരത്തിന് രമയോ ബാബുഷാരുടെ ആരും ഉണ്ടായില്ല, അതുകൊണ്ട് ഭാഗ്യമായിട്ട് ഞാൻ കടന്നു ഞാൻ ഇത് കൊടുക്കുന്നു. അത് അന്ത്യാഭിലാഷമാണ്. അതിലെനിക്ക് 1000 രൂപയാണ് കിട്ടിയ ഫസ്റ്റ് പ്രൈസ്. ശ്രീമാൻ കഥയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പ്രൈസ് കിട്ടിയത് 1000 രൂപയാണ് അന്ന്. പെട്രോളിയം പാപ്പ എൻ്റെ ആ മൂല്യം നോക്കണം. ആ കഥയിൽ പറയുന്നത് കൈകൂലിക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കൈക്കൂലി വാങ്ങി പോലീസിൻ്റെ അറിയാലോ, വാദിയിലേക്ക് അതും വാങ്ങും പ്രതിയിലേക്ക് അതും വാങ്ങും. 2 ഭാഗത്തും കൈക്കൂലി വാങ്ങുന്ന ആളാണ് കറിയാച്ചൻ. അയാൾക്ക് പേര് കറിയാച്ചൻ എന്നാണ്, ഒരു കരടിൻ്റെ രൂപമാണ്. അതുകൊണ്ട് അയാൾക്ക് നാട്ടുകാർ കൊടുത്ത പേരാണ് കരടി കറിയാച്ചൻ. അദ്ദേഹം ഒരു ജോബ് കരടി പോലെ. അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് നാട്ടുകാർ കൊടുത്താണ്. ആ കഥയാണ് സമാനാർത്ഥമായിട്ട് അതിൽ വന്നിട്ടുള്ളത്. അത് പറഞ്ഞാൽ ഒരു ദാർശനികതയുണ്ട്, സ്ഥലമുണ്ട്. അതായത് എത്ര നമ്മൾ എന്ത് സമ്പാദിച്ചാലും ശരി, പോകുമ്പോഴും നമ്മൾ ഒരു കൈ മണ്ണ് പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചാണ് ഒരു 4 വരി കവിത വന്നിരുന്നത്. അത് എനിക്ക് കവിത ലഭിച്ചെന്നുള്ള പോകുള്ളൂ, അതുകൊണ്ട് ഞാൻ കവിത പറയാം. പിറന്ന നാൾ മുതൽ മരണം വരെയും നമ്മൾ ഓർക്കുന്നത് മരണത്തെക്കുറിച്ച് മാത്രമാണ്. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ പിറന്ന നാൾ തൊട്ട് മരണം വരെയും നമ്മൾ ഓരോ ദിവസവും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് നേടി, ഞാനെന്ത് നേടി, നീ എന്ത് നേടി, നേടിയതെല്ലാം മണ്ണിന് കൊടുത്ത് മരണത്തിലേക്കുള്ള യാത്ര. എത്ര അർത്ഥവത്തായ വരികളാണില്ലേ. അപ്പം ഹാസ്യത്തിൽ നമുക്ക് ഹാസ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രതിയോഗികളെ, നമുക്ക് രക്തച്ചൊരിച്ചിലില്ലാത്ത മുറിപ്പെടുത്താവുന്ന ഒരു റബ്ബർ വാളാണ് ഹാസ്യം. ഹാസ്യം എന്ന് പറഞ്ഞ റബ്ബർ വാളാണ്. നിങ്ങൾക്ക് പ്രതിയോഗികളെ, നിങ്ങൾക്ക് രക്തച്ചൊരിച്ചിലില്ലാതെ ഹാസ്യത്തിലൂടെ, നിങ്ങൾക്ക് ആക്ഷേപഹാസ്യത്തിലൂടെ മുറിവെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ വൈകിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഹാസ്യം പങ്കിടണമെന്ന് ആലോചിക്കുകയാണ്. ഹാസ്യത്തിൻ്റെ കെട്ടഴിച്ച ഒരു കൂടി ഫലിതങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. ഒരു കുടുംബത്തിലെ ഒരു ചെറിയ ജോബ് ഞാൻ പറഞ്ഞതാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ എല്ലാം അവലോകനം ഒക്കെ കഴിഞ്ഞിരിക്കും. പോയി പോകും. അപ്പം ഈ അധികാരം ഭയപ്പെടുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ചിരി ഭയത്തെ ഇല്ലാതാക്കും. ഈ കലുഷിതമായ യുദ്ധത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ചിരി നമുക്ക് സമ്മാനിക്കുന്നത് ഭയം ഇല്ലാതാക്കുക എന്നൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഒരിക്കലും ചിരിക്കാൻ മറന്നുപോകരുത്. കൂട്ടത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പടം, ഒരു ഇറ്റാലിയൻ ഫിലിം. നിങ്ങൾ വേണം ശ്രമിച്ചാൽ ചിലപ്പോൾ അത് കിട്ടും. യൂട്യൂബിൽ ഉണ്ടോ എന്നറിയില്ല മുഴുവൻ വേർഷനും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മോഹൻലാലിൻ്റെ പടത്തിൻ്റെ അതേ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിൽ തൻ്റെ മകനെ, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ആ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ തൻ്റെ മകൻ അനുഭവിക്കുന്ന പീഡനം ഒരു ഗെയിമാക്കി ഒരു അച്ഛൻ ചിത്രീകരിക്കുകയും ആ കംപ്ലീറ്റ് ട്രാജഡി കോമഡി രൂപത്തിൽ മകനെ വിശ്വസിപ്പിക്കുകയും, മകൻ ആ ട്രാജഡിയിൽ പോലും, അതാണ് വിഷയം, ആ ട്രാജഡിയിൽ പോലും, അതായത് അയാൾ കൊന്നിരിക്കുന്ന ആളുകളുടെ ഭീകരത എന്ന് പറയുന്നത് ഒരു ഭീകരത ഞാൻ പറയാം. ഒരാളെ ഇങ്ങനെ സ്റ്റിഫായി നിർത്തും, എന്നിട്ട് മുകളിൽ നിന്ന് വെള്ളം ഒറ്റിച്ചു കൊടുക്കും. അതും 4-5 ദിവസം ആ വെള്ളത്തിൻ്റെ ആ കുറ്റിക്കണ്ട്. നമ്മൾ വിചാരിക്കും ഡ്രോപ്പായി വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. ഒരേ പോയിന്റിൽ ഡ്രോപ്പായി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അയാൾ പ്രത്യേക അവസ്ഥയിൽ മരിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം. അത്തരം ക്രൂരതകൾ കാണിച്ച ആ വ്യക്തിയുടെ മൊത്തം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഈ മകനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് മകനെ ഇതൊരു ഗെയിമാണ്. ആ ഗെയിം കളിച്ചുകൊണ്ട് ആ മകൻ ഉല്ലസിക്കുന്നത്. അതിൻ്റെ ഒരു വേറെ തീം വരുന്നത്, നമ്മൾ എത്ര വലിയ ട്രാജഡിക്ക് ലൈഫിലും നമ്മളതിനെ ഫലിതമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ആയാസകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രശസ്തമായ ചാർലി ചാപ്ലിൻ്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ലൈഫ് ലോങ് ഷോട്ടിൽ ട്രാജഡിയാണ്, ഷോർട്ട് ഷോട്ടിൽ ട്രാജഡിയാണ്, ലോങ് ഷോട്ടിൽ അത് കോമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുനിന്ന ഇവിടെ സദസ്സിനെ ഗംഭീരമാക്കിയ പ്രൗഢഗംഭീരം എന്ന് തന്നെ പറയട്ടെ. വളരെ ശുഷ്കമായ സദസ്സാണെങ്കിലും 1 = 100 എന്ന വിധത്തിൽ നിങ്ങളതിനെ ഗംഭീരമാക്കി.
വേദിയിൽ വന്ന ശ്രീ കിഷോർ സാർ നേരത്തെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് വെറും പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ശ്രീമതി ഇന്ദിരാ ബാലൻ, ശ്രീമതി രമാപ്രസന്നൻ ഷാരടി, ശാരദൻ സാർ, അധ്യക്ഷം വഹിച്ച വല്ലപ്പോഴ് സാർ, രചയിതാവ് പ്രശൻ സാർ, പ്രസംഗിച്ച ആശംസ അർപ്പിച്ച കെ പ്രേംരാജ്, നീതു, മണി, ആൻഡ് ഗാനം ആലപിച്ച വിജയൻ, ആൻഡ് ശിവാനി, ആൻഡ് ഷൺമുഖം സാർ, ഇവർക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കൂടാതെ വേദിയെ ചിരിച്ചുകൊണ്ട് ഗംഭീരമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹാള് തന്ന കോസ്മോപൊളിറ്റൻ അവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. കൂട്ടത്തിൽ എനിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ബാക്കി കേക്കുകളുണ്ട്, അത് തിന്നതിന് ശേഷം പ്രകാശനം ചെയ്യുന്ന പടം അച്ഛൻ അയച്ചെന്നാ. കാരണം ഒന്ന് ലഭിക്കുള്ളൂ, അത് ഒന്നല്ല രണ്ടൊന്നും അയച്ചിട്ടുണ്ട്. ഓക്കെ, ആരും പോകത്തില്ല. മണി ചാവക്കാട് കല്യാണ ഫോട്ടോസൊക്കെ